എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകേണ്ടതില്ല മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ. ആ നിഗമനം എന്തായിരിക്കണമെന്ന് സംബന്ധിച്ചോ കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചോ എത്ര പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്, എത്ര പത്രങ്ങൾ എഡിറ്റോറിയൽ പേജിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാധ്യമങ്ങളെ ആകെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല. കാരണം എന്താ? ആങ്ങള ചത്താലും വേണ്ടില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി. പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങളിൽ ആ വാർത്ത കാണാനില്ല. പകരം ഈ വാർത്ത നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടി മദ്രാസിൽ നിന്നിറങ്ങുന്ന ദ ഹിന്ദു എന്ന് പറയുന്ന വർത്തമാന പത്രം വായിക്കേണ്ട സ്ഥിതിവിശേഷമാണുള്ളത്. 1990കളിലാണ് കെ കരുണാകരനെതിരെ ISRO ചാരക്കേസ് ഉണ്ടായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. എൻ്റെ തലമുറയിലും സംഭവിച്ച കാര്യം തന്നെയാണത്. ആ ISRO ചാരക്കേസ് സംഭവിച്ചപ്പോൾ നമ്മൾ നമ്പിനാരായൺ ഇപ്പോ അദാനി വേണം അല്ലെങ്കിൽ അംബാനി വേണം എന്നുള്ളതാണ് സ്ഥിതി. നമുക്കറിയാം അംബാനി ഇന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 350 വാർത്താ ചാനലുകളാണ് ഈ രാജ്യത്തുള്ളതെങ്കിൽ അതിലെ 72 ചാനലുകളും കൈയാളുന്നത് അംബാനിയാണ്. NDTV ദക്ഷിണടക്കം ഏറ്റെടുത്തുകൊണ്ട് അദാനിയും ഏതാണ്ട് അംബാനിയോടൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അന്ന് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിൽ പോലും